നമസ്കാരം. മാസപ്പടി കേസിൽ ഇന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് CMRLന് കിട്ടിയിരിക്കുന്നത്. CMRLന് മാത്രമല്ല, മാസപ്പടി കേസിൽ ആരോപണ വിധേയയായിട്ടുള്ള പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണയ്ക്കും ഇത് നിർണായകമാണ്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മാത്രമല്ല, കൂടുതൽ കേന്ദ്ര ഏജൻസികൾ കേരളത്തിലേക്ക് എത്തുമെന്നാണ് സൂചന. അത് മറ്റു പലരെയും ലക്ഷ്യമാക്കിയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അവരുടെ അന്വേഷണ പരിധിയിൽ പിണറായി വിജയൻ വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ എല്ലാ തടസ്സങ്ങളും മാറിയതോടെ വലവിരിക്കാനായി തയ്യാറെടുക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ അനുമതി നൽകിയതോടെ അന്വേഷണം ശക്തമാക്കാനാണ് EDയുടെ തീരുമാനം. തുടർ നടപടികൾ ആസൂത്രണം ചെയ്യുന്നതിനായി ഡൽഹിയിൽ നിന്ന് ഡയറക്ടർ രാഹുൽ നവീൻ ഉൾപ്പെടെയുള്ള EDയുടെ ഉന്നത ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ ഇന്ന് അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. EDയുടെ ഡയറക്ടറായ രാഹുൽ നവീൻ വളരെ അപൂർവമാണ് അദ്ദേഹം ഇത്തരം സംഭവങ്ങളിൽ നേരിട്ട് ഇടപെടുന്നത്. എന്നാൽ ഇന്നലെ തന്നെ ED ഡയറക്ടർ എറണാകുളത്തെത്തിയിരുന്നു. അതിനുശേഷം ഹൈക്കോടതിയുടെ വിധി വന്നതിനു ശേഷം ഉടൻ തന്നെ അവർ ഈ യോഗം ചേർന്ന് സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. ഈ കേസിലെ വ്യക്തികളെ ചോദ്യം ചെയ്യുന്നതിനും കൂടുതൽ ഡിജിറ്റൽ സാമ്പത്തിക തെളിവുകൾ ശേഖരിക്കുന്നതിനും അന്വേഷണ സംഘങ്ങൾക്ക് ED ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് കൂടുതൽ അന്വേഷണ ഏജൻസികളുടെ വരവ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. CMRLും വീണയും മാത്രമായിരിക്കില്ല അതിൻ്റെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ബംഗാളിലെ സന്ദേശ് ഖലിയിൽ ED ഉദ്യോഗസ്ഥർക്ക് നേർക്കുണ്ടായ ആക്രമണത്തോടാണ് തിരുവനന്തപുരത്തുണ്ടായ ആക്രമണത്തെയും മുതിർന്ന ED ഉദ്യോഗസ്ഥർ താരതമ്യപ്പെടുത്തുന്നത്. റേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് 2024 ജനുവരിയിൽ ബംഗാളിലെത്തിയ ED സംഘത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാവായ ഷാജഹാൻ ഷെയ്ഖിൻ്റെ അനുയായികളൊക്കെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ കണ്ടത് അത് ഒന്നിനു പിറകെ ഒന്നായി കേന്ദ്ര ഏജൻസികൾ ബംഗാളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും ഭൂമി കയ്യേറ്റം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെയെല്ലാം CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. ED അന്വേഷിച്ച റേഷൻ അഴിമതി കേസ് കൂടാതെ അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയവ ഉൾപ്പെടെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ അന്ന് ബംഗാളിൽ നടന്നിരുന്നു. ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെത്തിയതിനെ തുടർന്ന് ബോംബ് സ്ക്വാഡും NSGയും വരെ ബംഗാളിൽ പരിശോധനയ്ക്കെത്തി. ഷാജഹാൻ ഷെയ്ഖിൻ്റെയും അനുയായികളുടെയും കോടികൾ വരുന്ന സ്വത്തുകൾ മുഴുവൻ ED കണ്ടുകെട്ടി. ഓരോ ഏജൻസികളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുമ്പോഴും അടുത്ത ഏജൻസികൾ അവ ചോദ്യം ചെയ്യാനായി തുടങ്ങും. ഇതായിരുന്നു അവിടെ നടന്നത്. എന്ന് മാത്രമല്ല, ഈ തൃണമൂൽ പാർട്ടിയിൽ നിന്ന് 6 വർഷത്തേക്ക് ഷെയ്ഖിനെ സസ്പെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ അവിടെ തൃണമൂൽ തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കുറച്ചധികം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും CMRL കേസിലും കൂടുതൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിന് സാധ്യതയുണ്ടെന്നാണ് EDയുടെ വൃത്തങ്ങൾ തന്നെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയമായി തന്നെ ഏറെ കോളിളക്കങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് EDയും കേന്ദ്ര സർക്കാരും അതിലേക്ക് കടക്കുമോ എന്നുള്ളത് മറ്റൊരു പ്രധാന കാരണമാണ്. അതേസമയം CMRL എക്സാലോജിക് കേസിൽ കൂടുതൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിന് പരിമിതികളുണ്ടെന്ന് വാദിക്കുന്ന ചില ആൾക്കാരൊക്കെയുണ്ട്. കാരണം സന്ദേശ് ഖലിയിലേത് പൊതു റേഷൻ വിതരണത്തിലെ അഴിമതിയും അതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കലുമാണ്. എന്നാൽ വീണയുടെ കാര്യത്തിൽ സ്വകാര്യ കമ്പനിയിൽ നിന്ന് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മാസപ്പടി വാങ്ങി എന്ന ആരോപണമാണുള്ളത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് വീണയുടെ പേരിൽ ആരോപണങ്ങളില്ല. SFIOയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമാണ് വീണയ്ക്കെതിരെയുള്ള കേസുകൾ അന്വേഷിക്കുന്നത്. EDയുടെ അന്വേഷണ പരിധിയിൽ സന്ദേശ് ഖലിയിലേതുപോലെ ഭൂമി കയ്യേറ്റമോ, ഗുണ്ടാപ്പിരിവോ, സ്ത്രീധന പീഡനമോ, ആയുധങ്ങൾ സൂക്ഷിക്കലോ പോലെയുള്ള കുറ്റകൃത്യങ്ങളൊന്നുമില്ല. മറിച്ച് കമ്പനി നിയമങ്ങളുടെ ലംഘനവും നികുതി വെട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലും മാത്രമേ ഉള്ളൂ. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ അന്വേഷണം ഈ ബംഗാളിലേതുപോലെ അത് വ്യാപിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വിശ്വസിക്കുന്നത്. അത് അവരുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയായിരിക്കാം. എന്തായാലും വീണയ്ക്കും CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലെ പ്രതിപട്ടികയിലുള്ളവർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി വൈകാതെ നോട്ടീസ് അയക്കാനാണ് ED ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഹർജിക്കാർ വൈകാതെ സുപ്രീം കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട്. സുപ്രീം കോടതിയെ സമീപിക്കാൻ 2 ആഴ്ച സമയം അനുവദിക്കണമെന്ന് ഹർജിക്കാർ ഇന്ന് കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കോടതി അനുവദിച്ചില്ല. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് ഒരു സ്വകാര്യ വ്യക്തി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ED ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം തേടുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൽ കക്ഷി ചേരാനാണ്, അതായത് ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിലെത്തുമ്പോൾ കക്ഷി ചേരാനാണ് EDയുടെ തീരുമാനം. എന്തായാലും ഇന്നത്തെ ഒരു വിധി വളരെ തിരിച്ചടിയാണ് CPMനും പിണറായി വിജയനും അതുപോലെ CMRLനും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് സ്പഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല,
ഇനി കൂടുതൽ കേന്ദ്ര ഏജൻസികൾ കേരളത്തിലേക്ക് എത്താനും സാധ്യതയുണ്ട്. കാരണം മിക്കവാറുമുള്ള എല്ലാ കേന്ദ്ര ഏജൻസികളും പിണറായി സർക്കാരിനെതിരെയും പിണറായിയുമായി ബന്ധപ്പെട്ട മറ്റു പലർക്കെതിരെയും അന്വേഷണം മുമ്പ് നടത്തിയിട്ടുണ്ട്. നയതന്ത്ര ബാഗേജിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് കേസൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ അന്വേഷണ ഏജൻസികൾ കേരളത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ ആരും BJP നേതാക്കൾ ആരും തന്നെ ഈ പട്ടികയിലില്ല, അന്വേഷണ പരിധി പട്ടികയിലില്ല. പട്ടികയിലുള്ളത് CPM നേതാക്കളാണ്. അതായത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കളാണ്. അങ്ങനെ വരുമ്പോൾ ഇനി മകളുടെ മാത്രമല്ല പിണറായി വിജയൻ്റെയും സ്ഥിതി പരുങ്ങലിലാകും എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് അതാണ്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ പിണറായിക്കും കുടുംബത്തിനും ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ 10 വർഷങ്ങളായി പിണറായി വിജയൻ ഈ നാട്ടിൽ കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തൊക്കെ യാതൊരുവിധ മനസ്സാക്ഷിയുമില്ലാതെയായിരുന്നു പിണറായി വിജയൻ്റെ ഓരോ നടപടികളും. അതിൻ്റെയൊക്കെ ഫലമാണ് ഇനി പിണറായി കുടുംബം അനുഭവിക്കാനിരിക്കുന്നത്. കൂടുതൽ കേന്ദ്ര ഏജൻസികൾ എത്തുമ്പോൾ അവരുടെ മുന്നിലൊക്കെ പോയി ചൂളിപ്പിടിച്ച് നിൽക്കേണ്ട അവസ്ഥ പിണറായി വിജയൻ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പാർട്ടി പോലും ഇപ്പോൾ പിണറായി വിജയനെ കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്.